Hi all, welcome to Studying PSC. ആലപ്പുഴ പാലക്കാട് LDC എക്സാമിനേഷന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയും എങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്? സൊല്യൂഷൻ. ഇവിടെ ഒരു പേനയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം പെൻസിലിന് എക്സ് എന്ന് കൊടുക്കുവാണ്. പെൻസിൽ എക്സ്, പേന വൈ. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. അപ്പൊ ഇതിങ്ങനെ വരും: 3 പെൻസിൽ 3x, 4 പേന 4y ഈസ് ഈക്വൽ ടു 66 രൂപയാണ് വില. 66. 3x plus 4y is equal to 66. ഇക്വേഷൻ നമ്പർ 1. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയും. അപ്പം 6x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 72. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ ഇക്വേഷൻ നമ്പർ 2 ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6, 3, 72. ഇതെല്ലാം 3ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതിനെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. 6x ബൈ 3 2x, 3y ബൈ 3 y, 72 ബൈ 3 24. ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ 1ഉം 3ഉം സോൾവ് ചെയ്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതായിരിക്കും പെന്നിന്റെ വില. ഇവിടെ ഇത് സോൾവ് ചെയ്യാനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ ഈ y ഇസ് ഈക്വൽ ടു 24 മൈനസ് 2x എന്ന് എടുക്കുക. എന്നിട്ട് ഈ വൈയുടെ വാല്യൂ ഇക്വേഷൻ 1ലെ വൈയിൽ കൊടുക്കുക. അങ്ങനെ സോൾവ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഇവിടെ ഇക്വേഷൻ നമ്പർ 1ല് 3x plus 4 into y 24 minus 2x is equal to 66. 3x plus 4 into 24 96 minus 4 into 2x 8x is equal to 66. അപ്പോൾ ഇവിടെ എക്സിനെ ഒരു ടൈമിലേക്ക് ആക്കാം, നമ്പേഴ്സിനെ ഈക്വൽ സൈനിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ ഇവിടെ 3x മൈനസ് 8x മൈനസ് 5x ഈസ് ഈക്വൽ ടു 66. 96 ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 96, ദാറ്റ് ഈസ് ഈക്വൽ ടു 66 മൈനസ് 96 മൈനസ് 30. അപ്പോൾ മൈനസ് 5x ഈസ് ഈക്വൽ ടു മൈനസ് 30. Therefore x is equal to minus 30 by minus 5. That is equal to 6. x 6. അതായത് ഒരു പെൻസിലിന്റെ വില 6 രൂപയാണ്. അപ്പൊ ഇത് ഈ ഇക്വേഷനിൽ ഏതിൽ വേണേലും കൊടുത്താൽ, എക്സിന്റെ വാല്യൂ കൊടുത്താൽ പേനയുടെ വില കിട്ടും. ഞാനിവിടെ ഈ തേർഡ് ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. അതാണ് കുറച്ചുകൂടി ഈസി. അതുകൊണ്ട് അപ്പൊ ഇവിടെ 2x, അപ്പൊ 2 ഇൻറ്റു x 6, 2 into 6 plus y is equal to 24. 12 plus y is equal to 24. Therefore y is equal to 24 minus 12. 12 12 y 12 ആണ്. അപ്പോൾ ഒരു പേനയുടെ വില 12 രൂപയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്രയാണ്? സൊല്യൂഷൻ. വേഗം, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്പീഡ് ഈസ് ഈക്വൽ ടു
ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ഇവിടെ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു 360 കിലോമീറ്റർ, ടൈം 4 മണിക്കൂർ 30 മിനിറ്റ്, 4 അവർ 30 മിനിറ്റ്. വേഗം കണ്ടുപിടിക്കേണ്ടത് കിലോമീറ്റർ പെർ മണിക്കൂറിലാണ്. 4 അവർ 30 മിനിറ്റ് ആണ് ടൈം. 30 മിനിറ്റിനെ മണിക്കൂറിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യണം. മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാനായിട്ട് മിനിറ്റിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 30 മിനിറ്റ് ഈസ് ഈക്വൽ ടു 30/60 മണിക്കൂറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30/60 വെട്ടിപ്പോവും, 1/2 വരും. 30 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1/2 മണിക്കൂർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 0.5 മണിക്കൂർ. 30 മിനിറ്റ് ഈസ് ഈക്വൽ ടു 0.5 മണിക്കൂർ. അപ്പൊ ഇവിടെ ടൈം ടി ഈസ് ഈക്വൽ ടു 4.5 മണിക്കൂർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 360 ഡിവൈഡഡ് ബൈ ടൈം 4.5. പോയിന്റ് മാറ്റാനായിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് ഗുണിക്കാം. 360 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 4.5 ഇൻറ്റു 10, 3600/45. 9 കൊണ്ട് വെട്ടാം. 9 5 45, 9 4 36, 400/5, 5 8 40, 80. സ്പീഡ് 80 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതേത്? 2/5, 7/10, 3/4, 2/1. സൊല്യൂഷൻ. ഭിന്നസംഖ്യകളിൽ വലുത് അല്ലെങ്കിൽ ചെറുത് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ്. ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയിലെ ന്യൂമറേറ്ററിനെ 10 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 0 ഇടുക എന്ന് ഓർക്കുക. ന്യൂമറേറ്ററിൽ ഒരു 0 ഇടുക എന്ന് ഓർക്കുക. എന്നിട്ട് അതിനെ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂസ് നോക്കി വലുതേതാ ചെറുതേതാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊന്ന് ചെയ്യാം. ഇവിടെ 2/5 ന്യൂമറേറ്ററിനെ 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 20/5, 4. 7/10 ന്യൂമറേറ്ററിനെ 10 കൊണ്ട് ഗുണിച്ചു. 70/10, 7. 3/4 ന്യൂമറേറ്ററിനെ 10 കൊണ്ട് ഗുണിച്ചു. 30/4, 4 7 28, 2 30. അപ്പം 4 5 20, 7.5. 2/1 ന്യൂമറേറ്ററിനെ 10 കൊണ്ട് ഗുണിച്ചു. 20/1, 20. അപ്പൊ ഇവിടെ വലിയ വാല്യൂ 20 ആണ്. അപ്പൊ ഇവിടുത്തെ വലിയ ഭിന്നസംഖ്യ 2/1 ആണ്. ആൻസർ ഓപ്ഷൻ ഡി, 2/1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻഡെയർ ആണ് ചേർക്കേണ്ടത്. 32 ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻഡെയർ ചേർക്കണം? സൊല്യൂഷൻ. ഇവിടെ വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന് 3 ലിറ്റർ ടർപ്പൻഡെയർ ചേർക്കണം. അങ്ങനെയാണെങ്കിൽ 32 ലിറ്റർ ചായത്തിന് എത്ര ലിറ്റർ ടർപ്പൻഡെയർ ചേർക്കണമെന്നാണ് ചോദ്യം. അതിനായിട്ട് ആദ്യം 1 ലിറ്റർ ചായത്തിന് വേണ്ട ടർപ്പൻഡെയർ എത്രയെന്ന് കണ്ടുപിടിക്കണം. അതിനെ 32 കൊണ്ട് ഗുണിച്ചാൽ 32 ലിറ്റർ ചായത്തിന് വേണ്ട ടർപ്പൻഡെയർ എത്രയാണെന്ന് കിട്ടും. അപ്പൊ ഇവിടെ 24 ലിറ്റർ
ചായത്തിന് വേണ്ട ടർപ്പൻറ്റെയർ 3 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ ചായത്തിന് വേണ്ട ടർപ്പൻറ്റെയർ 3/24 ലിറ്റർ ആണല്ലോ. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 3/24 ലിറ്റർ ടർപ്പൻറ്റെയർ. അപ്പൊ ഇവിടെ 32 ലിറ്റർ ചായത്തിന് വേണ്ട ടർപ്പൻറ്റെയർ 32 × 3/24 3 8 24 8 4 32 4 ലിറ്റർ 4 ലിറ്റർ ടർപ്പൻറ്റെയർ ആണ് വേണ്ടത്. 4 ലിറ്റർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 4 വർഷം മുമ്പ് റഹിമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? സൊല്യൂഷൻ. ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് y1 × t1 - 1 പ്ലസ് y2 × t2 - 1 ഡിവൈഡഡ് ബൈ t1 - t2. ഇതാണ് ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് സാധാരണയായിട്ട് ചോദിക്കുന്നത് അച്ഛൻ മകൻ, അച്ഛൻ മകൾ, അമ്മ മകൻ, അമ്മ മകൾ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പ്രായം കുറഞ്ഞ ആളാരാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇതൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ ആരാണ് പ്രായം കുറഞ്ഞതെന്ന്. 4 വർഷം മുമ്പ് റഹിമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. അപ്പൊ ഇവിടെ പ്രായം കുറഞ്ഞ ആള് രാമുവാണ്. അപ്പൊ രാമുവിന്റെ വയസ്സ് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ചോദിച്ചിരിക്കുന്നതും രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് തന്നെ. അപ്പൊ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ t1 ഉം t2 ഇത് ടൈംസ് ആണ്. ടൈംസ് എന്ന് വെച്ചാൽ എത്ര മടങ്ങാണെന്നുള്ളത്. y1 ഉം y2 ഇയർ, വർഷമാണ് y1 ഉം y2. അപ്പൊ ഇവിടെ y1 4 വർഷം, t1 4 വർഷം മുമ്പ് 3 മടങ്ങ്, t1 3, y2 2, t2 2. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രാമൂസ് പ്രസന്റ് ഏജ്, രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് ഈസ് ഈക്വൽ ടു y1 4 into t1 - 1 3 - 1 plus y2 2 into t2 - 1 2 - 1 divided by t1 - t2 3 - 2. That is equal to 4 into 3 - 1 2 plus 2 into 2 - 1 1 divided by 3 - 2 1. That is equal to 4 into 2 8, 2 into 1 2, 8 plus 2 divided by 1 10 ആണ് ആൻസർ. രാമുവിന്റെ വയസ്സ് 10 ആണ്. ഇപ്പൊ ചിലർക്ക് ഒരു ചെറിയൊരു ഡൗട്ട് വരാം. ഈ t1 ഉം t2, t1ന്റെ വാല്യൂ t2വിനേക്കാളും ചെറുതാണെങ്കിൽ നെഗറ്റീവ് വരുമെന്ന്. ഒരിക്കലും ഇല്ല. ഈ t1ന്റെയും t2ന്റെ ഡിഫറൻസ് എടുത്താൽ മതി. വയസ്സിന്റെ കേസിൽ നെഗറ്റീവും പോസിറ്റീവും അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ ഇതിലെ പ്രായം കുറഞ്ഞ ആളുടെ വയസ്സ് കിട്ടിയാലും അതിൽ നിന്ന് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രായം കൂടിയ ആളുടെ വയസ്സും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സാണ്, അത് 10 ആണ്. പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി 6 വയസ്സാണ്. 6 വയസ്സ് അല്ല വരുന്നത്, 10 വയസ്സാണ് കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഫൈനൽ ആൻസർ കീയിൽ ഇതിന്റെ ആൻസർ മിക്കവാറും ചേഞ്ച് ആവുമായിരിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ, ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. മാർക്ക് PDUN, സ്കോർ എന്തുവരും? സൊല്യൂഷൻ, മാർക്ക് എങ്ങനെ PDUN ആയി അതുപോലെ സ്കോർ എന്തായിട്ട് മാറുമെന്ന് കണ്ടുപിടിക്കുക. മാർക്ക് PDUN ആയപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എന്ത് വരും നോക്കാം. എമ്മും പിയും നോക്കാം. NOP, M+3 ആണ് പി. ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ 3 ആഡ് ചെയ്യുക. സെക്കൻഡ് പൊസിഷൻ AD ആയിട്ട് മാറി. BCD, A+3 ആണ് D. സെക്കൻഡ് പൊസിഷനിലും 3 ആഡ് ചെയ്യുക. തേർഡ് പൊസിഷൻ RU ആയിട്ട് മാറിയത്. RSTU, R+3 ആണ് U. അപ്പൊ തേർഡ് പൊസിഷനിലും 3 ആഡ് ചെയ്തു. KN, KLMN, K+3 ആണ് N. അപ്പൊ ഫോർത്ത് പൊസിഷനിലും 3 ആഡ് ചെയ്തു. എല്ലാ പൊസിഷനിലും 3 ആഡ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇവിടെ സ്കോർ S+3, STUV, C+3, CDEF, O+3, OPQR, R+3, RSTU. VFRU ആണ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 4, 5. സൊല്യൂഷൻ, 2, 3, 5 ഇത് 3ഉം അഭാജ്യസംഖ്യകളാണ്. 4 ഒരു ഭാജ്യസംഖ്യയാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? സൊല്യൂഷൻ, 2 സംഖ്യകളെ എക്സും വൈയും ആയിട്ട് എടുക്കാം. ആദ്യത്തെ സംഖ്യ ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ വൈ. ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. എക്സ് ഈസ് ഈക്വൽ ടു 5y. സംഖ്യകളുടെ തുക 96. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 96. ചെറിയ സംഖ്യ ഇത് സോൾവ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ചെറുതേതെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 96 ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ 5y എന്ന് കൊടുക്കാം. അപ്പൊ വൈയുടെ വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ എക്സ് 5y പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 96. 5y പ്ലസ് വൈ 6y is equal to 96. Therefore, y is equal to 96 by 6, 16. 16 ആണ് വൈയുടെ വാല്യൂ. അപ്പം x is equal to 5y. That is equal to 5 into 16, 80. x 80, y 16. ഇതിൽ ചെറിയ വാല്യൂ 16 ആണ്. 16 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ്? സൊല്യൂഷൻ, ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. ആദ്യം ഡയറക്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇവിടെ
ഇതാണ് ഡയറക്ഷൻ മനസ്സിലാക്കാനുള്ള ഒരു ഫിഗർ വരയ്ക്കാൻ പോവാണ്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഈസ്റ്റും വെസ്റ്റും, ഈസ്റ്റ് റൈറ്റ് സൈഡിൽ, വെസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ. ഇത് ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏത് സൈഡിലാണെന്നല്ലേ. ചിലപ്പോൾ ഒന്ന് മാറിപ്പോവും. ഇനി ആ കൺഫ്യൂഷൻ വേണ്ട, ഒരു ക്ലൂ പറഞ്ഞുതരാം. ഇവിടെ വെസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ്. വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്, അതൊന്ന് നോക്കിക്കേ. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്. ഈ സിമിലാരിറ്റി വെച്ച് ഓർക്കുക, വെസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ്, അപ്പം റൈറ്റ് സൈഡിലായിരിക്കും ഈസ്റ്റ്. അപ്പൊ ഇതിങ്ങനെ ഓർത്ത് വെക്കുക. പിന്നെ ഈ നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് ഈസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് വെസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് വെസ്റ്റ്. ഇതാണ് ഡയറക്ഷന്റെ ഫിഗർ. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി പ്രോബ്ലം ചെയ്യാം. ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. ഇവിടെ ഒരാളുടെ വീടാണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ നിന്ന് ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. ഇവിടുന്ന് 300 മീറ്റർ തെക്കോട്ട്, അതായത് ഈ താഴത്തെ ഡയറക്ഷനിലോട്ട്, സൗത്തിലോട്ട്. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയി. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ. നോർത്തിലേക്കാവുമ്പം ഇടതെന്ന് പറയുന്നത് ഇങ്ങോട്ടാണല്ലോ. അപ്പൊ സൗത്തിലേക്കാവുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഇടതെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരും. ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ വലത്തോട്ട്, ഈ ഡയറക്ഷനിൽ നിന്ന് വലതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരും. വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു. അതായത് ഈ ഡയറക്ഷനിൽ നിന്ന് വലത്തോട്ട്, നോർത്തിൽ നിന്ന് വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പൊ സൗത്തിൽ നിന്നാകുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും വലത് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വരും വലത്. വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു. 100 മീറ്റർ. അപ്പൊ ദാ ഈ പോയിന്റിലെത്തി. അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണെന്ന്. ഇവിടെയാണ് ഇപ്പൊ അയാൾ എത്തിയിരിക്കുന്നത്. ഇതാണ് വീട്. ഇവിടുന്ന് ഇറങ്ങി ഇവിടെ എത്തി. അപ്പൊ ദാ ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 മീറ്റർ വരും. ഇത് ഇത്രയും 300 വരും. ഇതിന് നേരെ താഴെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇവിടെ 100, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100. ഇതിന് നേരെ താഴെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ 300ഉം 200ഉം ആഡ് ചെയ്താൽ 500 മീറ്റർ. ഇവിടെ നിന്ന് ഇറങ്ങിയതാ ഇങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത്, ഇങ്ങോട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇത് സൗത്ത് ഡയറക്ഷനാണ്. അപ്പൊ ഇത് 500 മീറ്റർ സൗത്ത് ആണ്, അതായത് 500 മീറ്റർ തെക്ക്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? സൊല്യൂഷൻ. തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം കാണാൻ 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. ഇവിടെ തന്നിരിക്കുന്ന സമയം 5:10 ആണ്. അപ്പോൾ പ്രതിബിംബത്തിലെ സമയം 11:60 മൈനസ് 5:10, 6:50 ആണ് പ്രതിബിംബത്തിലെ സമയം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.